ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബൂറാക്കിൻ തോളിലേറി റസൂലുള്ളാഹ് ഒരു നാളിൽ അമ്പരമേഴും താണ്ടി പറന്നുവല്ലോ. ബുറാക്കിന്റെ വാഹനത്തിൽ കയറിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറന്നുപോയി. ആകാശം കാത്തിടുന്ന മലക്കുകൾ സ്തുതിയോതി ആരംഭ റസൂലിനെ നയിച്ചിടുന്നു. മുഴുവൻ മാലാഖമാരും ഒരുമിച്ച് നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ ഇങ്ങനെ ആനയിച്ച് കൊണ്ടുപോവുകയാണ്. എന്തൊരു ഭംഗിയായിരിക്കും. അല്ലാഹുവേ, അത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ജന്നം ജഹന്നം നേരിൽ കണ്ട് ജനന കാഴ്ച കൽബിൽ കണ്ട് കണ്ടവർ കണ്ണീരെന്നത് വാർത്ത്. ജന്നം ജനം നേരിൽ കണ്ട് ജനന കാഴ്ച കണ്ണീരിൽ കണ്ട് കണ്ടവർ കണ്ണീരെന്നത് വാർത്ത്. ഉമ്മത്തി എന്നും ചൊല്ലി വിലപിക്കും നബിയുടെ സ്നേഹത്തിൻ പോരുളെത്ര മഹത്വമല്ലോ. ഉമ്മത്തി എന്നും ചൊല്ലി വിലപിക്കും നബിയുടെ സ്നേഹത്തിൻ പോരുളെത്ര മഹത്വമല്ലോ. ഈ സ്നേഹമാണ് ഞാനും നിങ്ങളും അറിയാതെ പോയത്. ഈ സ്നേഹമാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കാതെ പോയത്. ലോകത്തിന്റെ നായകനെ ലോകത്തോട് വിട പറയുന്ന രംഗമല്ലാ. എന്തൊരു വേദനയായിരുന്നു റബ്ബേ, എന്തൊരു വേദനയായിരുന്നു അല്ലാ. ആ സമയത്ത് ആയിഷ ബീവി അടുത്തുണ്ട്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമ അടുത്തുണ്ട്. ചുണ്ടിങ്ങനെ ചലിക്കുന്നുണ്ട്. സക്രാത്തിന്റെ വേളയിൽ അസ്റായീൽ റൂഹ് പിടിച്ചിങ്ങനെ കൊണ്ടുപോകുമ്പോ അവസാനം ചുണ്ടിങ്ങനെ ചലിക്കുന്നുണ്ട്. ഇതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മിഅ്റാജിലൂടെ തന്ന സമ്മാനം. ചുണ്ടിങ്ങനെ ചലിക്കുന്നുണ്ട്. ലോകത്തോട് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ച് പറയുന്നുണ്ട്, ഇനി ഖിയാമത്ത് നാൾ 1-ാം തീയതി ജനിക്കുന്ന കുഞ്ഞു വരെ അത് കേട്ടിരിക്കണം പെങ്ങളെ. എന്തെന്നറിയോ, മരണത്തിന്റെ വേദനയല്ല റസൂലുള്ളാഹിനെ പിടികൂടിയത്. സക്രാത്തിന്റെ വേദനയല്ല മുത്തുനബി തങ്ങളെ പിടികൂടിയത്. ഉമ്മത്തി ഉമ്മത്തിയാ ഖൗമിയാ ഉമ്മത്തി എന്നും ചൊല്ലി വിലപിക്കും നബിയുടെ സ്നേഹത്തിൻ പോരുളെത്ര മഹത്വമല്ലോ. ആ സമയത്ത് വിളിച്ചു പറയുന്നു, ഉമ്മത്തി നിസ്കാരം കളയല്ല സമുദായമേ, നിസ്കാരം കളയല്ല സമുദായമേ. എന്തിന്റെ പേരിലാണ് പെങ്ങളെ നിസ്കാരം നീ വൈകിക്കുന്നത്? എന്തിന്റെ പേരിലാണ് ചെറുപ്പക്കാരാ നിസ്കാരം വൈകിക്കുന്നത്? എന്തിന്റെ പേരിലാണുപ്പാ നിസ്കാരം നീ വൈകിക്കുന്നത്? പള്ളിയിൽ നിന്ന് ബാങ്കുലി മുഴങ്ങും, ഹയ്യ അലസ്സലാ ഹയ്യ അലസ്സലാ. നിസ്കാരത്തിലോട്ട് കടന്നു വരിക. 1400 കൊല്ലങ്ങൾക്കപ്പുറം അല്ലാഹുവിനെ നേരിട്ട് കണ്ട് മുത്തുനബി തങ്ങൾ പൊന്നുപോലെ കൊണ്ടുവന്നിട്ട് നിസ്കരിക്കണേ നിസ്കരിക്കണേ എന്ന് പറഞ്ഞ് കൊണ്ട് നമ്മളെ ഏൽപ്പിച്ച അമാനത്ത് ചവിട്ടി പാഴാക്കി കളയുന്നവരെ പെങ്ങളെ, ഒരു സെക്കൻഡ് പോലും എന്റെ പെങ്ങന്മാരിനി പിന്തിക്കരുത്. അല്ലാഹ് തന്ന സമ്മാനമല്ലേ, മുത്തുനബി തങ്ങൾ കൈ നിറയെ കൊണ്ടു തന്നതല്ലേ. വീട് വൃത്തിയാക്കുന്നതിന്റെ പേരില്, തുണി അലക്കുന്നതിന്റെ പേരില്, ഭർത്താവിനെ സേവിക്കുന്നതിന്റെ പേരില്, മക്കളെ പരിപാലിക്കുന്നതിന്റെ പേരില് നിസ്കാരം ഭിന്നിപ്പിക്കുന്ന എന്റെ ഉമ്മമാരറിയണം, അല്ലാഹുവിനോട് കാണിക്കുന്ന അപരാധമല്ലേ. മുത്തുനബി തങ്ങൾ കൊണ്ടു തന്ന അമാനത്തിനെ ചവിട്ടി തേക്കുന്നതല്ലേ. എന്തിനാണ് പെങ്ങളെ നമ്മൾ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഒരു ജീവിതം നമുക്കുണ്ടായാൽ അല്ലാഹുവും അവന്റെ റസൂലിന്റെ വാക്കുകൾക്ക് പുല്ല് വില പോലും കൽപ്പിക്കാതിരുന്ന പിന്നെ എന്ത് മുസ്ലിമാ, പിന്നെ എന്ത് മുഅ്മിനാ? അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയെന്നറിയോ അതിങ്ങനെ കൊണ്ടുവന്നത്? സപ്തമാനങ്ങളും കഴിഞ്ഞ് തിരിച്ചിറങ്ങി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, അബൂബക്കറേ, ഇന്നലെ രാത്രി ഞാൻ 7 ആകാശവും കടന്നുപോയി എന്റെ റബ്ബിനെ കണ്ട അബൂബക്കറേ. എന്റെ അബൂബക്കറേ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
അലൈഹി വസല്ലമ തങ്ങൾ ഭൂമി വന്ന് പറഞ്ഞപ്പോ ആരോ ഓടി വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അബൂബക്കറേ, നീ വലിയ മഹത്വവൽക്കരിച്ച പ്രവാചകൻ എന്ന് പറയുന്ന മുഹമ്മദ് ഉണ്ടല്ലോ, അവൻ വീണ്ടും ഒരു വിഡ്ഢിത്തരം പറയുകയാണ്. എന്താണ് എന്റെ മുഹമ്മദ് പറഞ്ഞത്? അവൻ ഇന്നലെ സപ്തവാനങ്ങളും കഴിഞ്ഞു കടന്ന് മുത്തനബിതങ്ങളെ സപ്തവാനങ്ങളും കഴിഞ്ഞു കടന്ന് ചെന്ന് അല്ലാഹുവിനെ കണ്ടെന്ന് അത് പറയുന്ന മുഹമ്മദിനെ അല്ലേ അബൂബക്കറെ നീ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അങ്ങനെ എന്റെ റസൂലുള്ള പറഞ്ഞു, അങ്ങനെ എന്റെ റസൂലുള്ള പറഞ്ഞു. ഓടി വന്നിട്ട് മുത്തനബിതങ്ങളുടെ അടുത്ത് പറയുന്നു, സ്വതക്കത്തയാ റസൂലല്ലാഹ്. അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാനത് വിശ്വസിച്ചു നബിയേ, ഞാനത് വിശ്വസിച്ചു നബിയേ, ഞാനത് വിശ്വസിച്ചു നബിയേ. അതാണ് അബൂബക്കറിന്റെ പേരിന്റെ പിറകിൽ സിദ്ദീഖ് എന്ന പേര് വന്നത്. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന പേര് വന്നത്. അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞോ അതിനെ സത്യമാക്കുന്ന ലോകത്ത് ഒരേ ഒരു മനുഷ്യനായിട്ട് ആദ്യം കടന്നു വന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു നിസ്കാരം പോലും പാഴിക്കളഞ്ഞിട്ടില്ലല്ലോ, ഒരു നിസ്കാരം പോലും പാഴിക്കളഞ്ഞിട്ടില്ലല്ലോ. അതെല്ലാം പുറങ്കാലുകൊണ്ട് ചവിട്ടിയെറിഞ്ഞിട്ട് അതിനേക്കാൾ കുടുംബത്തിന് വില നൽകി, അതിനേക്കാൾ മക്കൾക്ക് വില നൽകി, അതിനേക്കാൾ ജീവിതത്തിന് വില നൽകി. എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്തിലൊന്ന് കുനിഞ്ഞു നൂറുന്ന നിസ്കാരക്കാരായി ഞാനും നിങ്ങളും മാറുമ്പോ ആർക്ക് വേണം പെങ്ങളെ ആ നിസ്കാരം? ഇന്ന് മുതൽ എന്റെ പെങ്ങന്മാരെന്റെ ഉപ്പമാരൊരു തീരുമാനമെടുക്കണം. ബാങ്ക് കേട്ടോ, ബാങ്ക് കേട്ടോ, അങ്ങ് കേറിയേക്കണം, ഒന്ന് വൃത്തിയായി ഒന്ന് കേറിയേക്കണേ. പിന്നെ താമസിപ്പിക്കല്ലേ ഉമ്മമാരെ, പിന്നെ താമസിപ്പിക്കല്ലേ ഉമ്മമാരെ. അങ്ങനെ താമസിപ്പിക്കുന്നവരെ പറ്റിയാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. അങ്ങനെ താമസിപ്പിക്കുന്നവരെ പറ്റിയാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ. വൈലെന്ന നരകം, വൈലെന്ന നരകം നാശമാണ് നിസ്കാരത്തെ പിന്തിപ്പിക്കുന്നവർക്ക്. അവർക്ക് വൈലെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ അതിന്റെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ പറയുന്നു അത് സമയത്തെ തൊട്ട് പിന്തിക്കലാണെന്ന്. അതുകൊണ്ട് മിഅ്റാജിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് പറഞ്ഞു തരികയാണ്. അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ. നമസ്കാരമാണ് നമ്മുടെ മിഅ്റാജ്. കൈകെട്ടി റബ്ബിന്റെ മുമ്പിൽ നിന്നാൽ പിന്നെ വേറൊരു ചിന്ത നമുക്ക് വേണ്ട. എല്ലാവരും ചോദിക്കും, ഉസ്താദേ നിസ്കരിക്കുമ്പോ ചിന്ത മാറിപ്പോകുന്നുണ്ടെന്ന്. അത് അല്ലാഹുവിനെ കാട്ടി വലുത് നിനക്കതായത് കൊണ്ടാണ്. ഇനി എന്റെ ഉമ്മമാര്, ഈ പറയുന്ന ഞാൻ, എന്നെ കേൾക്കുന്ന എന്റെ മക്കൾ, എന്റെ ഉപ്പമാര്, കൈ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് എന്റെ അള്ളയാണ് എനിക്ക് വലുത്, എന്റെ അള്ളയാണ് എനിക്ക് വലുത്. എന്നിട്ട് നിങ്ങളൊന്ന് കൈകെട്ടി നെഞ്ചിന്റെ താഴെ വന്ന് കൈകെട്ടിയിട്ട് നിങ്ങൾ ഫാത്തിഹ ഓത്. നിങ്ങൾ കുനിയുമ്പോ റബ്ബിന് വേണ്ടി കുനിയ്. വേറെ ഒരു ചിന്ത വരില്ല പെങ്ങളെ, വേറെ ഒരു ചിന്ത വരില്ല പെങ്ങളെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ഒരു രംഗം ഓർത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് നിസ്കാരം നിലനിർത്താം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കണ്ട ആ നിസ്കാരത്തിന്റെ കറക്റ്റ് ടൈം ആകുമ്പോൾ ഉപ്പമാരെഴുന്നേറ്റ് പോകും. നിസ്കാരം ജമാഅത്തായിട്ട് കിട്ടാനുള്ള ആഗ്രഹം. ഇനിയിപ്പോ നിങ്ങളെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വീട്ടിൽ പോയാൽ ആദ്യം ചെയ്യുന്ന ഡ്യൂട്ടി, ഇപ്പൊ ഭർത്താക്കന്മാരിപ്പോ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കും, ഭക്ഷണം ഇവിടെ വരുന്നില്ല, എന്റെ പൊന്നെ മുസ്ലിയാർ നിർത്തൂല്ല, വിടയില്ല, അങ്ങനെ ചിന്തിക്കണ്ട. നേരത്തെ നിങ്ങൾ പോയി ആദ്യം അവർക്ക് ഭക്ഷണം വിളമ്പി നിങ്ങൾക്ക് വൃത്തിയായിട്ട് ഒലുവെടുത്ത് നിസ്കാരിച്ച് ആ ഒലുവോടുകൂടി കിടന്നുറങ്ങും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒലുവോടുകൂടി കിടന്നുറങ്ങിയാൽ വളരെ വളരെ കൂടി അല്ലാഹു തരും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഒലുവിന്റെ മഹത്വം. നിസ്കരിക്കുന്നവർക്ക്, കൃത്യമായി നിസ്കരിക്കുന്നവർക്ക് എപ്പോഴും ഒലു ഉണ്ടാകും. ഒലു പോയാൽ അപ്പൊ തന്നെ ഒലു എടുക്കുന്ന മഹാന്മാരുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാമുന ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ രാത്രിയിൽ എങ്ങാനും ഒന്ന് എഴുന്നേറ്റ് പോയാൽ,
രാത്രി കിടന്നുറങ്ങിയിട്ട് എഴുന്നേറ്റ് പോയാ അപ്പൊ ഞാൻ പോയി വുളുവെടുക്കുമെന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു. നിങ്ങൾ വുളു നിത്യമാക്കി എന്നുള്ളവരാണെങ്കിൽ മരണസമയത്ത് നിങ്ങളുടെ സക്കറാത്ത് എളുപ്പമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും വുളു ഉണ്ടാവുക അത് വലിയൊരു കാര്യമാണ്. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള നിസ്കരിക്കാൻ കഴിയാത്ത സമയങ്ങളിലൊക്കെ അതൊക്കെ നിങ്ങൾക്ക് വിട്ടുവീഴ്ച. നിങ്ങൾക്ക് ഇളവുള്ള ആളുകളല്ലേ നിങ്ങൾ, ആണുങ്ങളെ പോലെയല്ലല്ലോ. നിങ്ങൾക്കെല്ലാം അല്ലാഹു ഇളവ് തന്നേക്കല്ലേ. എന്തൊരളവാണ് എന്റെ പടച്ചതമ്പുരാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കണം. അള്ളാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. അതുകൊണ്ട് ആ ദിവസം നോമ്പ് പിടിക്കുക. അന്ന് നോമ്പ് പിടിച്ചാലുള്ള കൂലി അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ സ്വാമ യൗമസ്സാബിഇ, ഒരാൾ നോമ്പ് റജബ് 27 അന്ന് നോമ്പ് നോറ്റാൽ 60 മാസം കേൾക്കണം, 60 മാസം തുടർച്ചയായിട്ട് നോമ്പ് പിടിച്ചവന്റെ കൂലി നിനക്ക് കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് നോമ്പ് നമ്മുടെ ഇനിയുള്ള കാലഘട്ടത്തൊക്കെ നോമ്പിന് വല്ലാത്ത ചൂടായിരിക്കും. എല്ലാവർക്കും അറിയാലോ, ചൂട് കൂടുന്ന സമയമാണ്. ഇന്ന് ജുമായ്ക്ക് ആ വിഷയവുമായിട്ടാണ് ബന്ധപ്പെട്ടാണ് സംസാരിച്ചത്. നിങ്ങൾക്കത് കേൾക്കണമെങ്കിൽ ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ അതിൽ പിന്നത്തെ ദിവസവും യൂട്യൂബിൽ എങ്ങാനും വരും. ചൂടിനെ പറ്റി നമ്മൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മളെ ഇബാദത്തുകളിലൊക്കെ നമ്മൾ കുറവ് വരുത്തുമ്പോ അല്ലാഹു നമുക്ക് തരുന്ന പരീക്ഷണങ്ങളാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് തന്നെ 48 ആളുകൾ സൂര്യാഘാതമേറ്റ് ആശുപത്രിയിലായി. നൂറുകണക്കിന് ആളുകൾ സൂര്യാഘാതമേറ്റ് ഹോസ്പിറ്റലിലാണ്. ഉമ്മമാര്, സഹോദരിമാര്, മക്കളെ ഒന്നും വെക്കേഷനാണ്, നട്ടുച്ചയ്ക്ക് കളിക്കാൻ വിടരുത്. 11 മണി ടു 3 മണി വരെ ഒരു കാരണവശാലും ഗ്രൗണ്ടിൽ മക്കളെ വിടരുത്. വളരെ വളരെ വലിയ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനിയിപ്പം സ്കൂൾ വെക്കേഷനായി കളിക്കാൻ അങ്ങ് അഴിച്ചു വിടും. അങ്ങനെ അഴിച്ചു വിടരുത്. ഇപ്പൊ മദ്രസയിൽ പരീക്ഷ ടൈമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സാന്ദർഭികമായിട്ട് പരീക്ഷ ടൈം കഴിയാതെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പോകരുത്, ദയവ് ചെയ്ത്. ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഏപ്രിൽ ലാസ്റ്റ് ആയിരിക്കും മറ്റുള്ള പൊതുപരീക്ഷ. കഴിഞ്ഞുള്ള പരീക്ഷ ഏപ്രിൽ ലാസ്റ്റ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ പോകുന്നതിനോട് തടസ്സമൊന്നുമില്ല. പക്ഷെ പൊതുപരീക്ഷ 14-15 അല്ലേ, ആ സമയം വരെ എന്റെ ഉമ്മമാരൊരു കാരണവശാലും നിങ്ങളുടെ വീടുകളിൽ ഈ മക്കളെ കൊണ്ട് പോകരുത്. അവരുടെ പഠനത്തെ ബാധിക്കുന്ന ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകരുത്. സ്കൂളിലെ പരീക്ഷ കഴിഞ്ഞു ഇനി എന്തുമാവാം എന്നൊരു ചിന്ത എന്റെ ഉമ്മമാർക്ക് വരരുത്. അതുകൊണ്ട് 11 മണി ടു 3 മണി വരെ എന്ന് പറഞ്ഞാൽ സൂര്യൻ നിന്ന് തിളയ്ക്കുന്ന സമയമാണ്. നമ്മുടെ മക്കളുടെ ശരീരത്തും തൊലിപ്പുറത്തും മാരക രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള അൾട്രാ വയലറ്റ് രശ്മികൾ, സൂര്യന്റെ അരുണ കിരണങ്ങൾ അതിവിടെ ഭൂമിയിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യന്റെ ഈ അൾട്രാ വയലറ്റ് രശ്മികൾ അത് ഭൂമിയിൽ നേരിട്ട് പതിക്കുന്നതിന് തടസ്സമായിട്ട് അല്ലാഹു ഭൂമിയുടെയും ആകാശത്തിന്റെയും ഇടയിൽ നിർമ്മിച്ചിരിക്കുന്ന ഓസോൺ ലെയർ, ഓസോൺ പാളി, അതിന് വിള്ളൽ വീണിരിക്കുകയാണ്. അതിന് കാരണം എന്താണ്? ഭൂമിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന കാർബൺ ഡയോക്സൈഡ് അത് ആകാശത്തേക്കും അന്തരീക്ഷങ്ങളിലേക്കും പറന്നു ഉയരുന്നതിന്റെ മാത്രമല്ലോ, ഇന്ന് നമ്മുടെ നാടുകളിലും ചുറ്റുവട്ടവും എത്രയോ പ്ലൈവുഡ് ഫാക്ടറി, എത്രയോ മറ്റുള്ള ഫാക്ടറികൾ, അതിൽ നിന്ന് കുമിഞ്ഞു പൊന്തുന്ന കാർബൺ ഡയോക്സൈഡും മറ്റു വാതകങ്ങളും അത് ഓസോൺ ലെയറിനെ അല്ലാഹു നമുക്ക് രക്ഷാ കവചമാക്കി വെച്ചിരുന്ന ഓസോൺ ലെയറിൽ വീഴ്ത്തിയിരിക്കുന്നു. ഇതുകൊണ്ട് സൂര്യനിൽ നിന്ന് വരുന്ന വിഷാംശമായ അൾട്രാ വയലറ്റ് രശ്മികൾ അത് ഭൂമിയിൽ നേരിട്ട് പതിക്കാൻ പാടില്ലാത്തതാണ്. അള്ളാഹു അങ്ങനെ സംവിധാനിച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ അത് ഇന്ന് ഭൂമിയിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മാരക രോഗങ്ങൾക്ക് കാരണമാകുന്നു. ആയത്തും ഹദീസും കേൾക്കുമ്പോഴും ചരിത്രം കേൾക്കുമ്പോഴും ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം എന്റെ ഉമ്മമാർ. അതുകൊണ്ട് മക്കളെ നിങ്ങൾ പുറത്തു വിടരുത്. ഇന്ന് ധാരാളം മദ്രസയിലെ മക്കൾക്ക് കണ്ണിന് സൂക്കേടാണ്. ഏതോ ഒരു സഹോദരിമാര് പറയുകയും ചെയ്തു, ഉസ്താദാണ് നമ്മളെ മക്കൾക്ക് കൊടുത്തത്, അതുകൊണ്ട് കണ്ണി സൂക്കേടായാലും ഉസ്താദിന്റെ അടുത്ത് ഞങ്ങൾ പഠിക്കാൻ വിടും, തിരിച്ചു കിട്ടട്ടെ. നല്ല കാര്യമാണ്.
അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒന്നുമല്ല. കണ്ണ് സൂക്കേട് വന്ന ഉസ്താദ് കൊടുത്തിട്ടൊന്നുമല്ല. പിന്നെ ഞാൻ കണ്ണ് സൂക്കേടാണെന്ന് മനസ്സിലാക്കിയതുമില്ല. എന്റെ കണ്ണിന് സുഖമില്ലാതായപ്പോ ഡോക്ടർ പറഞ്ഞത് ഇൻഫെക്ഷൻ ആണെന്ന്. അയാളത് ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോ ഞാൻ ഇൻഫെക്ഷൻ ആണെന്ന് വിചാരിച്ചു. പക്ഷെ അത് പിന്നെ എല്ലാവർക്കും അത് ബാധിച്ചിരിക്കുന്നതിന്റെ ഒരു ഒന്നാമത്തെ കാരണം കണ്ണിൽ നിന്ന് ബുദ്ധിമുട്ടുള്ളവർ ആ ഹൗദിൽ നിന്ന് ഒതുവെടുക്കുമ്പോ അതിങ്ങനെ പടർന്ന് ഇങ്ങനെ ബന്ധലിക്കും. തൊട്ട് ബാക്കിലുള്ള നമ്മൾ അലി സാഹിബിന്റെ മോൾ ഫാത്തിമ എന്ന് പറഞ്ഞ കൊച്ചുമോൾക്ക് ഞാൻ ഇങ്ങനെ ആ കണ്ണിങ്ങനെ ബന്ധപ്പെട്ടതിന് ശേഷം കേട്ട് അടുപ്പിക്കാറില്ല. പക്ഷെ ആ കുട്ടിക്ക് വന്നു, അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അതുപോലെ മാരകമായ രോഗങ്ങൾ ഒന്ന് മലേറിയ. വാർത്തകളിൽ പറയുന്ന വാർത്തയാണ് മലേറിയ. മലേറിയ എന്ന് പറഞ്ഞാൽ ചിക്കൻ ഗുനിയ പോലത്തെ വലിയ പനിയാണത്. അത് വന്നാൽ മരണം വരെ സംഭവിക്കും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് രോഗം വന്നിട്ട് മാറ്റി ചികിത്സിച്ച് മാറ്റലല്ല വേണ്ടത്, രോഗം വരാതെ സൂക്ഷിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ചിക്കൻ പോസ് എന്ന് പറയുന്ന അസുഖം ഇത് കൂടുതലും പിന്നെ മൂലക്കുരു ഫിസ്റ്റുല എന്ന് പറയുന്ന അസുഖം ഈ സമയത്തൊക്കെ വ്യാപകമായിട്ടുണ്ടാകുന്ന അസുഖങ്ങളാണ്. ഈ ചൂട് കൂടുന്തോറും നമ്മുടെ ശരീരത്തിലെ ഒരു പരിധി വിട്ട് തണുപ്പ് കൂടിയാലും ഒരു പരിധി വിട്ട് ചൂട് കൂടിയാലും അസുഖങ്ങൾ നമുക്ക് വരും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. മക്കളെയൊക്കെ നിങ്ങൾ വെക്കേഷൻ എന്ന് പറഞ്ഞ് രാവിലെ ഇറക്കി വിടരുത്, വീട്ടിൽ സൂക്ഷിക്കണം. അവർക്ക് നല്ല തണുപ്പുള്ള ഭക്ഷണം, വർഗ്ഗങ്ങൾ മറ്റും കൊടുക്കണം. വീട്ടിൽ ഈ ബ്രോയിലർ കോഴി മേടിച്ച് നിങ്ങൾ വേടിപ്പ് നിർത്തണം. ബ്രോയിലർ കോഴി മേടിച്ച് വില കുറവാണ്, 90 രൂപയുള്ളൂ. 10 കിലോയ്ക്ക് മേടിച്ച് വെച്ച് ഉസ്താമാരെ കൊടുത്തുവിടാൻ നല്ല സുഖമാണ്. ഞാൻ കഴിക്കൂല. ഇനിയിപ്പോ നിങ്ങൾ ഞാൻ തരണ്ടെന്ന് പറഞ്ഞാലും എങ്ങനെയാ ഉസ്താദിനെ കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞ് മഹതികളായ സഹോദരിമാർ കൊടുത്തുവിടാറുണ്ട്. ഇപ്പോഴും അത് വരാറുണ്ട്. ഞാൻ തീരെ കഴിക്കാറില്ല. അന്ന് എന്തെങ്കിലും കഞ്ഞി ആ വെള്ളത്തിൽ ഒഴിച്ച് കുടിക്കാറാണ് പതിവ്. അതുകൊണ്ട് ഇത് കൊടുത്തു വിടണ്ട. നിങ്ങൾ മക്കൾക്കും നമുക്ക് ഉസ്താദുമാർക്ക് മാത്രമൊന്നല്ല, വീട്ടിലേ അത് മേടിക്കരുത്. മാംസാഹാരങ്ങൾ ഈ സമയത്ത് പരമാവധി ഒഴിവാക്കുക. പഴവർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും മറ്റുള്ള തണുപ്പ് കിട്ടുന്ന ആഹാരങ്ങൾ നിങ്ങൾ കഴിക്കുക. കാരണം രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ മാറാൻ പാടാണ്. അതുകൊണ്ട് പറയുകയാണ്, ഒന്ന് മാറി അടുത്ത രോഗങ്ങൾ. അല്ലാഹു നമ്മുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കുമാറാവട്ടെ. എന്റെ സഹോദരിമാർ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. കല്യാണമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നവരും മറ്റുമായിട്ട് ഗർഭിണികളായവരൊക്കെ ഈ സമയത്ത് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. നല്ല പച്ചവെള്ളം നിങ്ങൾ കുടിക്കണം. പച്ചവെള്ളം കിണറ്റിന്ന് കോരിയ നല്ല പച്ചവെള്ളം എല്ലാ ദിവസവും രാവിലെ ഇടയ്ക്കിടയ്ക്ക് അത് കുടിച്ചുകൊണ്ടിരിക്കണം. ഈ സമയത്ത് നിങ്ങൾ ഉണർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഗർഭിണികളായ സ്ത്രീകൾ അവരുടെ ശരീരം വറ്റാൻ പാടില്ല, നനവുണ്ടാവാതിരിക്കാൻ, ഉണങ്ങിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും ഭക്ഷണാധികാരികളൊക്കെ ശ്രദ്ധിച്ചിരിക്കുക. മറ്റുള്ള സഹോദരിമാർ നിങ്ങളുടെ ശരീരങ്ങളെ ഇബാദത്ത് ചെയ്യാൻ നമ്മൾ ഈ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുന്നതിനാ മരിച്ചു പോവേണ്ടല്ലേ ഉസ്താദേ എന്നായാലും തീരേണ്ടതല്ലേ എന്ന് ചിന്തിച്ച് കഴിയരുത്. പല സഹോദരിമാരും പറയാറുണ്ട്, 3 മക്കളെയും കെട്ടിച്ചു നീ മരിച്ചാ മതി ഉസ്താദേ. എന്ത് വർത്താനാണത്? പിന്നെ നീ എല്ലാം കഴിഞ്ഞ് സ്വർഗത്തിൽ കയറാൻ വേണ്ടി ടിക്കറ്റ് കൊടുത്ത് നിൽക്കല്ലേ? അള്ളാഹ് ചെല്ലുമ്പോ കൈ നീട്ടി സ്വീകരിക്കാൻ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ അബദ്ധ വാക്കുകളൊന്നും പറയരുത്. ഉള്ള ആയുസ്സിൽ ദുനിയാവിൽ അല്ലാഹു തന്ന സമയം, നിനക്ക് തന്ന സൗഭാഗ്യം കിട്ടാത്ത എത്രയോ ആളുകളുണ്ട്. മക്കളെ ഒന്ന് കെട്ടിച്ചയക്കാൻ ഭാഗ്യം കിട്ടാത്തവർ എത്രയുണ്ട് അല്ലേ? അല്ലാഹു നിനക്ക് തന്നപ്പോ അവസാനം നീ നന്ദി കെട്ട വർത്താനം പറയരുത്. എന്റെ വാപ്പാക്ക് വലിയ ആഗ്രഹമായിരുന്നു എന്റെ മകന്റെ കല്യാണം നടത്തണമെന്ന്. കഴിഞ്ഞോ സഹോദരങ്ങളെ? റബ്ബിന്റെ വിധിയും തീരുമാനവുമാണത്. അതുകൊണ്ട് അല്ലാഹു അത് നിങ്ങൾക്ക് നൽകുമ്പോ അവസാനം എല്ലാം കഴിയുമ്പോ ഒരുമാതിരി കൊഞ്ഞനം കുത്തന വർത്താനം പടച്ചവനോട് പറയരുത്. അല്ലാഹ് അത് ഒരിക്കലും ഇഷ്ടാവൂല. അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വർത്താനവും സംസാരവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല. എല്ലാം കഴിഞ്ഞ് മരിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ എല്ലാ ദുആരക്കണ പടച്ചവനെ എപ്പോ മരിച്ചാലും ഈമാനോടെ നീ മരിപ്പിക്കണേ റബ്ബേ. അങ്ങനെ ദുആരക്ക് സക്കറാത്തിന്റെ വേളയിൽ അല്ലാഹുവേ ഷഹാദത്ത് കലിമ ഉച്ചരിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് ആരോഗ്യം തരണേ അല്ലാഹ്. റസൂലുള്ളാഹിനോട് ഒന്ന് ചോദിച്ചല്ലോ, നബിയേ ഏറ്റവും കൂടുതൽ ദുആ ഇറക്കേണ്ടത് ഏതാ നബിയേ? ആഫിയത്ത് ചോദിക്കാൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങൾ പറഞ്ഞ ഹദീസുകൾ, ഈ ആയത്തുകൾ മനസ്സിൽ വെച്ചിട്ട് നല്ല അമല് ചെയ്യണം. 2-3 അമല് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ചൂട് വല്ലാതെ കൂടുന്നു, മഴയില്ല, മഴയ്ക്ക് വേണ്ടി നമുക്ക് ദുആ ഇറക്കണം. റജബിന്റെ നോമ്പിന്റെ അന്ന് നിസ്കാരത്തിന് ശേഷം, ഇബാദത്തുകൾക്ക് ശേഷം അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ഇറക്കണം. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അസ്ഖിനാ ഗൈസൻ മുഗീസാ, അല്ലാഹുമ്മ അസ്ഖിനാ ഗൈസൻ മുഗീസൻ ഹനീഅൻ മരീആ. പടച്ചവനെ മഴ നൽകണേ അല്ലാ, മഴ നൽകണേ അല്ലാ, മഴ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ കിട്ടുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്ന് ദുആ ചെയ്താൽ മാത്രം പോരാ, വെള്ളം ഒരു തുള്ളി പാഴിക്കളയാതെ സൂക്ഷിക്കണേ പെങ്ങന്മാരെ. ഏറ്റവും കൂടുതൽ വെള്ളം നിങ്ങളാണ് ഉപയോഗിക്കുന്നത്. ആണുങ്ങളാകെ ഉപയോഗിക്കുന്നത് കുളിക്കാനും കുടിക്കാനും മാത്രമാണ്. അലക്കുന്നത് നിങ്ങളാണ്, പാചകം ചെയ്യുന്നത് നിങ്ങളാണ്. നിങ്ങളാണ് വെള്ളം കൂടുതൽ ഉപയോഗിച്ച് ശുദ്ധിയാക്കുന്നവര്. ഇസ്രാഫ് പാടില്ല, ദുർവിനിയോഗം ചെയ്യരുത്. ഒരു തുള്ളി വെള്ളം നമ്മൾ പാഴിക്കളയല്ലേ പെങ്ങന്മാരെ. അല്ലാഹു തരുന്ന ദാരിദ്ര്യത്തിന്റെ, അല്ലാഹു തരുന്ന ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ ഘട്ടങ്ങൾ കടന്നു വരികയാണ്. അതുകൊണ്ട് റബ്ബിനോട് ദുആ ഇരക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫഖുൽ തസ്തഗ്ഫിർ ലക്കും, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ഇന്നഹു കാന ഗഫാറാ, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. അല്ലാഹു പുറത്തു തരുന്നവനാണ്, അല്ലാഹു പുറത്തു തരുന്നവനാണ്. വറസിലിസ് സമാ അലൈനാ മിദ്റാറാ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു കുറച്ചു തരുന്നിട്ട് വറസിലിസ് സമാ അലൈനാ മിദ്റാറാ, മഴ നമുക്ക് തരുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ.